The Real FM 103.6. ശ്രദ്ധ. അവധിക്കാലവും പെരുന്നാൾ വിഷു ഉത്സവ സീസണും ഒരുമിച്ചെത്തിയതോടെ കോഴിക്കോട് നഗരത്തിലൂടെയുള്ള വാഹന ഗതാഗതം ഇപ്പോൾ അതീവ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. മിക്ക സമയങ്ങളിലും മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് ബ്ലോക്കുകൾ മറികടന്നാൽ മാത്രമേ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ സാധിക്കൂ എന്നതാണ് നിലവിലെ അവസ്ഥ. ജോലി ആവശ്യത്തിനും മറ്റുമായി നഗരത്തിലേക്ക് എത്തുന്നവരെയും വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരെയും ആശുപത്രി അടക്കമുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കായി നഗരത്തിലേക്ക് എത്തുന്നവരെയും കിലോമീറ്ററുകൾ നീളുന്ന ട്രാഫിക് ബ്ലോക്കുകൾ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവധിക്കാലം എത്തിയതോടെ ബീച്ചിലേക്കുള്ള വാഹന പ്രവാഹം നിയന്ത്രിക്കാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. പ്രധാന കേന്ദ്രങ്ങളിൽ മതിയായ പാർക്കിംഗ് സൗകര്യം ഒരുക്കാനാവാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. 100-ലധികം പോലീസുകാരെ ഡ്യൂട്ടിയിൽ വിന്യസിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ശ്രദ്ധ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ആദ്യം കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. കോഴിക്കോട് നഗരം വലുതാവുകയാണ്. കോഴിക്കോട് ബീച്ച് എല്ലാവരെയും ആകർഷിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിനുള്ളതും പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വരികയാണ്. ഭക്ഷണം പുറത്തുള്ള ആൾക്കാരെ കൂടെ ആകർഷിക്കുകയാണ്. ഇക്കാരണങ്ങളെ കൊണ്ട് വല്ലാത്ത തിരക്ക്, റോഡിലെ ട്രാഫിക്, പാർക്കിംഗ് പ്രശ്നം, ഇതൊക്കെ നമ്മുടെ കോർപ്പറേഷനെ പണ്ടൊന്നും ഇല്ലാത്ത വിധത്തില് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു 2 വർഷം മുമ്പ് ഒരു കാർ പാർക്കിംഗ് 350 കാറുകൾ പാർക്കുന്ന ഒരു കാര്യം ബീച്ചിൽ ആലോചിക്കുമെങ്കിലും പല കാരണവശാൽ അത് നടന്നില്ല. അതിനു മുമ്പ് തന്നെ ഏതാണ്ട് ഒരു 10 കൊല്ലം മുമ്പ് തന്നെ നമ്മുടെ ലിങ്ക് റോഡിൽ ഈ പറഞ്ഞതുപോലെ ഒരു പാർക്കിംഗ് നമ്മൾ ആലോചിച്ചെങ്കിലും അത് ഏറ്റെടുത്ത ആൾക്കാർക്ക് അവർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്താൻ സാധിക്കാത്തത് കൊണ്ട് അത് നടന്നില്ല. നമ്മുടെ സ്റ്റേഡിയത്തും അതുപോലെ മിഠായി തെരുവിന്റെ എൻട്രിയിലും 2 പാർക്കിംഗ് പ്ലാസ എന്നൊക്കെ തുടങ്ങിയെങ്കിലും പറഞ്ഞ് അത് ഏറ്റെടുക്കാൻ വന്ന ആളുടെ എന്തൊക്കെ ഒരു ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി ഇല്ലാന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് അതും നടന്നിട്ടില്ല. ഇതൊന്നും കോർപ്പറേഷൻ സത്യത്തിൽ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല. അപ്പൊ അത് തുടക്കത്തിൽ കൊടുത്ത സമയത്ത് നോക്കി പറയേണ്ട ആൾക്കാർ അത് ചെയ്യാതെ പിന്നീടാണ് ഇത്തരമുള്ള ആരോപണങ്ങൾ വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 2 സ്ഥലത്തുള്ള പാർക്കിംഗ് നടക്കാതെ പോയത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം മുമ്പ് തന്നെ എന്താലോചിച്ചു, താൽക്കാലികമായിട്ടാണെങ്കിലും എവിടെയൊക്കെ ഒഴിഞ്ഞ സ്ഥലം കോർപ്പറേഷൻ പരിധിയിലും നമ്മുടെ നഗര ഹൃദയത്തിലും ഉണ്ടോ അതെല്ലാം നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി കൊടുക്കാൻ സാധിക്കും. അപ്പൊ പ്രൈവറ്റ് ആൾക്കാർക്ക് ഒരു വർഷത്തിൽ 3000 രൂപ മാത്രമേ കോർപ്പറേഷന് കൊടുക്കേണ്ടതുള്ളൂ. 10,000 രൂപ ഡെപ്പോസിറ്റും ചെയ്യണം. അതൊരിക്കലും ഒരു വലിയ എമൗണ്ട് അല്ല. അതേസമയം ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ പാർക്കിങ്ങിൽ നല്ലൊരു പൈസ കിട്ടുകയും ചെയ്യും. കുറച്ചു പേർക്ക് തൊഴിലാവുന്നു. വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ മാറ്റുന്നു. അങ്ങനെ കൂടുതൽ സ്ഥലങ്ങൾ ഇപ്പോൾ കോഴിക്കോട് പാർക്കിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ബീച്ച് നമുക്കിപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പൊ ഈ പാർക്കിംഗ് വന്നാലും ബീച്ചിലെ പാർക്കിംഗ് ഒരു പ്രശ്നമായി തന്നെ അവശേഷിക്കുന്നുള്ള സംശയമില്ല. കാരണം ബീച്ചിൽ വരുന്ന ആൾക്കാർക്ക് അവിടെ തന്നെ പാർക്കിംഗ് കിട്ടണം. അപ്പൊ നമ്മൾ ആ ഭാഗത്തുള്ള സ്ഥലമുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു, പറ്റുന്നത്ര കാലം 6 മാസമെങ്കിൽ 6 മാസം നിങ്ങളത് ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി, ആൾക്കാർ പാർക്ക് ചെയ്തോളും, നിങ്ങൾക്ക് നല്ല പൈസ കിട്ടും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പൊ സ്കൂളുണ്ട്, ഗുജറാത്തി സ്കൂൾ, അവര് എന്തെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞതുപോലെ പാർക്കിങ്ങിനെ സ്കൂൾ അവേഴ്സ് കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ബീച്ചിൽ വരുന്ന ആൾക്കാർക്ക് വലിയൊരു സൗകര്യമായിരിക്കും. അപ്പൊ അവരെ പോലെ മറ്റാരെങ്കിലും ഉച്ചവരെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ വൈകുന്നേരം വരെ കഴിഞ്ഞ് പിന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാപനത്തിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ അവർ വന്നാൽ അവർക്കും ഈ പറഞ്ഞതുപോലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നമുക്ക് പാർക്കിംഗ് സൗകര്യം കൊടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഈ പ്രൈവറ്റ് പാർക്കിങ്ങിന്റെ നിബന്ധനകൾ ഒന്ന് മാറ്റുന്നതിനെ പറ്റി ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. 7 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന ഒരു നഗരത്തിൽ ഇല്ലാത്തത്ര എത്ര വലിയ റോഡുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടും നമുക്ക് ഈ ഒരു ഇൻഫ്ലോ അല്ലെങ്കിൽ ഉള്ളോട്ടുള്ള ഈ വരവ് നമുക്ക് തടുക്കാൻ പറ്റുന്നില്ല. ഈ വിഷയത്തിൽ കോഴിക്കോട് നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ ശ്രദ്ധയോട്. കേരളത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നഗരവും ഗ്രാമവും തിരിച്ചറിയാത്ത വിധത്തിലായിരിക്കുന്നു. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഗ്രാമങ്ങൾ മുഴുവൻ ചെറിയ ചെറിയ നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് തന്നെ വാഹനങ്ങളാണെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 3-4 വാഹനങ്ങളുള്ള ഒരു വീടുകളായി മാറുന്നത് നമുക്ക് റോഡുകൾ വീതി കൂട്ടണമെങ്കിലൊക്കെ ഉള്ള പ്രയാസങ്ങൾ ചെറുതല്ല. അപ്പൊ മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിന്റെ പ്രവൃത്തി ഇപ്പം ഈ മാസം ടെൻഡർ നടക്കാൻ പോവുക. ആ ടെൻഡർ കഴിഞ്ഞാൽ ഉടനടി ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ പണി പൂർത്തിയാവും. NHന്റെ പണി ഏകദേശം 3-4 മാസത്തിനുള്ളിൽ അത് തീരുന്ന ഞാൻ കണക്കിലെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറെ വാഹനങ്ങൾ അതിൽ പോകും. അപ്പൊ ആ പ്രശ്നങ്ങൾ കുറെ പരിഹരിക്കപ്പെടും. മറ്റൊന്ന് കണ്ണൂർ റോഡ്, അതായത് മാനാഞ്ചിറ പാവങ്ങാട് റോഡ് ഇപ്പം 24 മീറ്റർ ആയിട്ട് വീതി കൂട്ടാൻ വേണ്ടി പോവുക. അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു.
അതും കൂടെ വന്നാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും. ബീച്ചിലേക്ക് തന്നെ ഒരു ദിവസം വരുന്ന ആളുകളുടെ എണ്ണം ചെറുതല്ല. കാരണം ഇതൊന്നും കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങൾ മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ തോതിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബീച്ചിലിപ്പം ഒരു ഹോളിഡേയ്സിലൊന്നും ആ റോഡിന് തന്നെ പോകാൻ പറ്റാത്ത നിലയിലായിട്ടുണ്ട്. പുതിയങ്ങാടിയിൽ നിന്ന് മാളിക്കടവിലേക്ക് പുതിയ റോഡ് വീതി കൂട്ടി വലിയ റോഡാക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ അതിന്റെ എല്ലാ നടപടികളും പൂർത്തിയായി. ഒരു മനുഷ്യൻ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തതിനെ കൊണ്ട് ആ മൊത്തം പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്ത് കിടക്കുക. അല്ലെ ഇപ്പൊ ആ ഭൂമി ഏറ്റെടുക്കേണ്ട സമയമായി, ബാക്കി വാല്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റേ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കാരന്തൂർ വരെയുള്ള റോഡ് അത് വലിയ റോഡായിട്ട് വീതി കൂട്ടാൻ വേണ്ടി എല്ലാ നടപടികളായി. കിഫ്ബി അതിന് പ്രത്യേക പൈസ വകയിരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് അതിന്റെ ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാവും. CWRDM റോഡ് ഉണ്ട്. നമ്മളെ പനാത്ത് താഴത്ത് നിന്ന് കനോലി കനാൽ ക്രോസ് ചെയ്തുകൊണ്ട് പുതിയ ബ്രിഡ്ജ് വന്നിട്ട് അതിന്റെ പണി ഇപ്പം ടെൻഡർ വിളിക്കാൻ ആയിരിക്കുന്നു. അതൊക്കെ വന്നാൽ നമുക്ക് ഒരു വിധം ഇതിനെ ക്രമീകരിക്കാൻ വേണ്ടി കഴിയും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രായോഗികം മെട്രോ തന്നെയാണ്. അത് ഇപ്പൊ രണ്ടാമത് അംഗീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റ്. അത് വരുന്നതോടുകൂടി നമുക്ക് ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ സാർ. ഞാൻ മനസ്സിലാക്കുന്നത് റെയിൽവേ തന്നെ ഇപ്പം വെസ്റ്റിൽ കോഴിക്കോട് നോർത്തായിട്ട് ആക്കാൻ പോകുന്ന തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ആളുകൾക്ക് സഞ്ചരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടി കഴിയുമോ? അത്യാവശ്യം നമുക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ബാധ്യതയാണ് യഥാർത്ഥത്തിൽ. സമയബന്ധിതമായി പദ്ധതികൾ നടപ്പാക്കാത്തതാണ് ഇപ്പോഴത്തെ ട്രാഫിക് ബ്ലോക്കുകളുടെ പ്രധാന കാരണം. കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത ശ്രദ്ധയോട് മനസ്സിലാക്കേണ്ടത്, പാർക്കിംഗ് പ്ലാസയുടെ പ്രപ്പോസലുകൾ കഴിഞ്ഞ 15 വർഷത്തിന് മുൻപ് തൊട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ കാലയളവിൽ അത്രയും പാർക്കിംഗ് പ്ലാസകൾ ഒന്നും തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള പാർക്കിംഗ് പ്ലാസ, കിഡ്സൺ കോർണറിലുള്ള പാർക്കിംഗ് പ്ലാസ, EMS സ്റ്റേഡിയത്തിന്റെ അവിടെയുള്ള പാർക്കിംഗ് പ്ലാസ, ഇതൊന്നും ഈ 10-45 വർഷത്തെ ഭരണം കൊണ്ട് ഭരണസമിതികൾക്ക് സാധ്യമായി ില്ല. ഈ കഴിഞ്ഞ ബഡ്ജറ്റിലാണെങ്കിൽ പാർക്കിംഗ് പ്ലാസകൾക്ക് ഒരു പ്രപ്പോസൽ വരെ ഇല്ല. അപ്പൊ ഈ ഗതാഗത കുരുക്ക് അഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണസമിതികൾ നാളിതുവരെ സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡിന്റെ 2 വശത്ത് ലൈൻ വരച്ചിട്ടാണ് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്. ഇത്ര ഇടുങ്ങിയ റോഡുകളിൽ ഈ റോട്ടിൽ തന്നെ 2 സ്ഥലങ്ങളിൽ വര വരച്ച് അതിന്റെ മുകളിൽ പാർക്ക് ചെയ്യാനാണ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ സെന്റിന് 10-25 ലക്ഷം രൂപയുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ പാർക്കിംഗ് പ്ലാസയ്ക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്ത സ്ഥലത്ത് 14 വർഷമായിട്ട് നിർമ്മാണം തുടങ്ങിയിട്ടും ഒന്നും നടന്നിട്ടില്ല. പോരാത്തതിന് SM സ്ട്രീറ്റിലുള്ള കിഡ്സൺ കോർണറിലുള്ള പാർക്കിംഗ് പ്ലാസ 2 വർഷമായി അത് പൊളിച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. EMS സ്റ്റേഡിയത്തിലും അങ്ങനെ തന്നെ. അപ്പൊ സർക്കാരിൽ നിന്ന് അനുമതിക്ക് വേണ്ടി അയച്ച പ്രപ്പോസലുകളാണ്. പക്ഷേ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഭരണസമിതികൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനോ അതിനു വേണ്ടി ആക്ഷൻ എടുക്കാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ബഡ്ജറ്റ് ചർച്ചയിൽ ഇതിനെപ്പറ്റി മൗനം പാലിച്ച ഭരണസമിതിക്ക് കോഴിക്കോട് കോർപ്പറേഷനിലെ ജനങ്ങളോട് അവരുടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് മറുപടി പറയാൻ ഉള്ളത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്രയുള്ള ഭരണത്തിന്റെ പരാജയത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ഗതാഗത കുരുക്ക്. ട്രാഫിക് ബ്ലോക്ക് കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് വെളിപ്പെടുത്തുന്നു നഗരനിവാസി കൂടിയായ ജയന്ത് കുമാർ. ഞാനിവിടെ മൂന്നാലിങ്കിൽ പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ആ ഭാഗത്ത് ശരിക്കും ഞായറാഴ്ച അല്ല, ഏത് ദിവസമാണെങ്കിലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റില്ല. അത്ര ട്രാഫിക് ജാമാണ്. 2 ഭാഗത്തിന് ആൾക്കാർ വരും. ഒരു എമർജൻസി വന്നാലൊക്കെ നമ്മൾ ചിലപ്പോൾ ആലോചിച്ചപ്പോ എന്ത് ചെയ്യും, നമ്മൾ ഇറങ്ങാനേ പറ്റില്ല. അപ്പൊ ഈ ട്രാഫിക്കിന്റെ പ്രശ്നം വളരെ ഗുരുതരമായിട്ട് കോഴിക്കോട് അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ബീച്ചിൽ, എന്റെ ഓഫീസ് അതിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇത്രയോ ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കും ബസ് സ്റ്റാൻഡ് എവിടെയാണ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പോണ വഴിയാണ്. അപ്പൊ ഈ വരുന്ന ആൾക്കാരും വണ്ടികളും ഒക്കെ പുറത്ത് ഉൾനാട്ടിനൊക്കെ വരുന്നതാണ്. അല്ല, വന്നോട്ടെ, നല്ല കാര്യമാണ്. കാരണം ഒരു കോഴിക്കോട് കാണണം, കോഴിക്കോടിനെ സ്നേഹിക്കുന്ന കൊണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ നമുക്കൊരു സംവിധാനം ആസൂത്രണം ചെയ്യണം. ഓർക്കൊക്കെ പുറത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കണ്ടുപിടിച്ചിട്ട് നിർത്തിയിട്ട് ഇവിടെ ട്രാൻസ്പോർട്ടിങ് പല സിറ്റീസിൽ അങ്ങനെയൊക്കെ നടത്താറുണ്ട്. ഔട്ട്സ്കേർട്സിൽ നിർത്തിയിട്ട് വണ്ടി കൺട്രോൾ ചെയ്യുക. പിന്നെ 1 man 1 car പാടില്ല. പൂൾ ചെയ്ത് വന്നാലും അങ്ങനെ കുറെയൊക്കെ ട്രാഫിക് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ അതിന് പുറമെ എന്റെ ഒരു അഭിപ്രായം, കോഴിക്കോടിൽ പല ഭാഗത്ത് 2 way ആണ്. 1 way ആക്കിയാൽ കുറെ പ്രശ്നങ്ങൾ കുറയും. കാരണം ഇപ്പൊ നമ്മൾ ഈ മൂന്നാലിൽ ഇത്ര ചെറിയ റോഡിൽ 2 ഭാഗത്തിന് വാഹനങ്ങൾ വരും. അതേസമയത്ത് ഒരു ഭാഗമാണെങ്കിൽ ആ ഫ്ലോ പോയിക്കൊണ്ടേ ഇരിക്കണോ. എല്ലാം 1 way ആക്കി കഴിഞ്ഞാൽ
കുറേ മാറ്റങ്ങൾ വരുന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനു പുറമെ നമ്മൾ മലബാർ പാലസിന്റെ അവിടെയും കിഡ്സൺ സെന്ററിന്റെ അവിടെയും പിന്നെ ബീച്ച് സൈഡിൽ എത്രയോ സ്ഥലം വേക്കൻറ്റ് കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ സംസാരിച്ചിട്ട് പാർക്കിംഗ് പ്ലാസ മാതിരി ആക്കിയാൽ അല്ലെങ്കിൽ പാർക്കിംഗ് പ്ലേസ് ആക്കിയാൽ കുറെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറെ നടന്നു പോയാലും കുറെ വ്യത്യാസമാവും. ഞായറാഴ്ച ഒക്കെ ബീച്ച് സൈഡിൽ നിങ്ങൾക്ക് ആർക്കും എവിടെ ഇറങ്ങാൻ പറ്റില്ല. ആ മൊത്തം കംപ്ലീറ്റ് ഏരിയ സൗത്ത് ബീച്ച് വരെ ഫുൾ ജാമാണ്. അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. എല്ലാവരും കൂടിയിട്ട് സഹകരിച്ച് എന്തെങ്കിലും ഒരു വഴി കാണണം, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ പോലെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അശാസ്ത്രീയമായ ബസ് സ്റ്റോപ്പുകൾ, മതിയായ പാർക്കിംഗ് സൗകര്യങ്ങളുടെ കുറവ്, റോഡുകളുടെ അപര്യാപ്തത തുടങ്ങി കാരണങ്ങൾ ഒട്ടേറെയുണ്ട് കോഴിക്കോട് നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക്. പക്ഷേ പരിഹാരങ്ങളെക്കുറിച്ച് കേൾക്കാനും അതിന്റെ ഗുണം അനുഭവിക്കാനുമാണ് പൊതുജനം കാത്തിരിക്കുന്നത്. കത്തുന്ന വെയിലത്ത് മണിക്കൂറുകൾ നിർത്തി പാഴാക്കി കളയാനുള്ളതല്ല ഓരോ മനുഷ്യരുടെയും വിലപ്പെട്ട സമയം. പ്രായോഗിക പരിഹാരങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സാധ്യമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നഗരം നിശ്ചലമാകുമെന്ന് ഉറപ്പാണ്. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.